അപ്പൊ നാടൻ ഹാച്ചിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. ഇത് നമ്മുടെ എൻ്റെ കോഴികൾക്ക് ഞാൻ എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ട് ഇടാൻ പോണത്. അതായത് എൻ്റെ കോഴികൾക്ക് നാടൻ കോഴികളാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള തീറ്റ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കാണാണ്ട നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ ഇപ്പം നല്ല ചൂട് കാലൊക്കെയല്ലേ, അപ്പോൾ നമ്മൾ പുറത്തിറക്കുന്ന പുറത്തിറക്കി വിടുന്ന കോഴികളായാലും പിന്നെ കൂട്ടിലിടുന്ന കോഴികളായാലും വൈറ്റമിൻസുകൾ കുറേശ്ശെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ മുട്ട കോഴികൾക്ക് മുട്ടയ്ക്ക് റിസൾട്ട് ഉണ്ടാകാനും വൈറ്റമിൻസ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് വെമ്പ്രാൾഡും ഗ്രോയിൽ പ്ലസ് ആണ്. അത് ഞാൻ തീറ്റയുടെ കൂടെ കൊടുക്കാറ്. നമ്മൾ അയച്ചു വന്ന കോഴികളായതുകൊണ്ട് നമുക്ക് തീറ്റയിൽ കൊടുക്കാനും പറ്റുള്ളൂ. വെള്ളം അവർ അതിനെ കുടിക്കാറ്. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ കോഴികൾക്കുള്ള മരുന്നുകൾ സ്റ്റോക്ക് വേണം കേട്ടോ. അതായത് വേനൽക്കാലം ഉള്ള വല്ല തൂങ്ങലോള് അല്ലെങ്കിൽ വല്ല ഉഷാറ് കുറവ്, പിന്നെ കാല് തളർന്നു പോവുക, അതിനൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും മരുന്നുകൾ വേണം. അതുപോലെ നമ്മുടെ തീറ്റയിൽ നമ്മൾ എപ്പോഴും കാൽസ്യത്തിൻ്റെ പൊടി കിട്ടും, അത് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മുട്ടത്തൊണ്ട അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ നാടൻ കോഴികളാകുമ്പോൾ നമ്മൾ അട വെച്ച് വിരിയിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്ററിൽ വിരിയിക്കാം. ഞാൻ കൂടുതലും ഇൻക്യുബേറ്ററിലാണ് വിരിയിക്കാറ്. എൻ്റെ കോഴികളുടെ മുട്ട തന്നെയാണ് നമ്മൾ വെച്ച് വിരിയിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ബാക്കി വരുന്ന ഫുഡുകൾ, അതുപോലെ തന്നെ വേസ്റ്റ് വരുന്ന പച്ചക്കറികൾ, കറികളൊക്കെയുള്ള നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് തലവസ്ഥ ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക. ആദ്യം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതായത് ചൂടുവെള്ളം ഒഴിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ആ തണുത്തിരിക്കാവില്ലോ, അതൊന്ന് ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ കോഴികളാകുമ്പോൾ എല്ലാം കഴിച്ചോളും, എല്ലാ ഭക്ഷണങ്ങളും അവർ കഴിച്ചോളും. പിന്നെ അതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ. മഞ്ഞൾപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾ പുഴുങ്ങിയിട്ട് ഉണക്കി പൊടിച്ച് കിട്ടുക, അത് ചേർക്കണം. അത് നല്ലതാണ്. കോഴികൾക്ക് പ്രതിരോധ ശക്തി കിട്ടാനും അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ നമ്മളതിൽ വൈറ്റമിൻസുകൾ ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. വൈറ്റമിൻസുകളായിട്ട് വിമറാൾഡ് ചേർക്കാം. ഇപ്പം ഞാൻ ഗ്രോയിൽ പ്ലസ് ചേർക്കുന്നത്. ഗ്രോയിൽ പ്ലസ് ഒരു മൂടി ഒരു 10 മില്ലി ചേർക്കും. അതിൽ ചേർത്തിട്ട് അത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴികൾക്കൊക്കെ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുള്ളൂ. വൈറ്റമിൻസുകൾ നമ്മുടെ കൂട്ടിൽ കിടക്കുന്ന കോഴികളായാലും അയച്ചു കൊണ്ട കോഴികളായാലും ചൂട് സമയമല്ലേ, അപ്പോൾ അവർക്ക് കുറേ വൈറ്റമിൻസുകൾ കുറവുണ്ടാവും. അപ്പം അതിനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ കാൽസ്യത്തിൻ്റെ മരുന്ന്, അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് കേട്ടോ. കാൽസ്യത്തിൻ്റെ പൊടി ചേർക്കും. അതിപ്പോൾ ഒരു കിലോ ഇതിൽ ഒരു ടീസ്പൂൺ അളവിലാണ് ചേർക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് നമ്മൾ ചോറൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവില്ല, 1 കിലോ മേലെ ഉണ്ടാവില്ല, കുറച്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവുള്ള കാരണം കോഴികൾ പപ്പ് കൊഴിയുക, അതുപോലെ തന്നെ മുട്ട കൊത്തി പിടിക്കും, അതുപോലെ തന്നെ മുട്ട കൊത്തി കുടിക്കുന്ന സ്വാഭാവികം ഉണ്ടാവും ചില കോഴികൾക്ക്, അതൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇനി നമ്മൾ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരിയും ഗോതമ്പും കൂടി നമ്മുടെ മില്ലിൽ കൊണ്ടുപോയിട്ട് നുറുക്കുക. പൊടിക്കല്ല, നുറുക്കുക. എന്നിട്ട് അത് ചേർക്കുക, കുറച്ച് 1/2 കപ്പ് അത് ചേർക്കുക. പിന്നെ കുറച്ച് മുട്ടത്തീറ്റ ലെയർ മാഷില്ലേ, അതിൻ്റെ ഞാൻ പൊടിയായിട്ട് മേടിക്കാറ്, പല്ലറ്റ് മേടിക്കാറുണ്ട്, ഞാൻ പൊടി മേടിക്കാറ്. ലെയർ മാഷിലാകുമ്പോൾ എല്ലാ കോഴികൾക്ക് വേണ്ട എല്ലാ വിറ്റാമിനുകളും അതിലുണ്ടാവും. അപ്പോൾ അതും ചേർക്കുക. പിന്നെ കുറച്ച് ചോളത്തോട് ചേർക്കുക. ചോളത്തോട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ വേറെ ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പപ്പായരല, വാഴരല, അങ്ങനെ പുല്ലുകളൊക്കെ കൊടുക്കുന്നല്ല കിട്ടുന്നത്. നമ്മുടെ ഇപ്പോൾ നാടൻ കോഴികൾ കുറേ കഴിച്ചു കൊണ്ട കോഴികളാണ്, അത് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരെന്നെ കൊത്തിപ്പറക്കി തിന്നോളും. വാഴയില തണ്ടതൊക്കെ വർഗ്ഗിലുണ്ട്, ഇതൊക്കെ കൊത്തിപ്പറക്കി തിന്നോളും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളതിൽ വൈറ്റമിൻസുകൾ ചേർത്തിട്ടില്ല, അതൊക്കെ നന്നായി അതിൽ മിക്സ് ആയിക്കോളും. കാൽസ്യത്തിൻ്റെ പൊടിയും ഗ്രോയിൽ പ്ലസും ഒക്കെ നന്നായി അതിൽ മിക്സ് ആയിക്കോളും. അത് മിക്സ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കോഴികൾക്ക് അസുഖങ്ങൾ വരാണ്ടിരിക്കാനായിട്ടുള്ള മരുന്നുകളൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ അടികൾക്ക് തൂങ്ങല അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണമൊക്കെ കാണും, അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നുകളൊക്കെ വേണം. പിന്നെ അവർക്ക് നമ്മൾ സാധാരണ നമ്മുടെ പാത്രം ഒന്ന് വെടുപ്പാക്കിയിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി തിന്നോളും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കോഴികൾക്ക് കൊടുക്കണം ഭക്ഷണത്തിൻ്റെ രീതിയായിട്ട് ഞാൻ പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഒരു 5 കോഴി 6 കോഴി സ്ഥലമില്ലാത്തവർക്ക് ചെറിയ കൂട് സെറ്റ് ചെയ്തിട്ട് അതിൽ വളർത്താവുന്നുള്ളൂ. സ്ഥലമുള്ളവർക്ക് പിന്നെ നമുക്ക് അയച്ചിട്ട് വളർത്താം. പിന്നെ പട്ടികളുടെ ശല്യമൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ കോഴികൾക്ക് നെറ്റ് കെട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വളർത്താം. ഓക്കെ. കീരികൾ, അതുപോലെ കീരികൾ വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ നാടൻ കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ വിരിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. അതുപോലെ വാക്സിനേഷൻ കഴിഞ്ഞ കോഴി കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ ഡയോൾഡ് കോഴി കുഞ്ഞുങ്ങളുണ്ട്. ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.